എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ പെയിൻ ആവട്ടെ അവന്റെ റാഡ് ഉപയോഗിച്ച് കാക്കാഷിയെ പിടിച്ചു വലിച്ച് ഇപ്പൊ കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും കാക്കാഷി ആ ഒരു റാഡ് അത് തല്ലി തകർത്ത് അവനെ കറക്കി താഴെയിടും. എന്നിട്ട് ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് അവനെ തല്ലി കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവന് റെനീങ്ക പവർ എടുത്ത് ഇപ്പൊ സാസുകെ അങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. സാസുകയ്ക്ക് ഒന്നും മനസ്സിലാവില്ല ഇതെന്ത് ജിപ്സു ആണെന്ന് പറഞ്ഞ് അവൻ ഷോക്കായിട്ട് നിൽക്കും. അവൻ പറയും, കാക്കാഷി, നിന്നെ കാണാൻ കഴിഞ്ഞതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ആവശ്യം നിന്നെയല്ല, മറിച്ച് ആ നയൻ ടെയിലിനെയാണ്. സത്യം പറയും, അവൻ എവിടെയുണ്ട്? അതിന് സാസുക പറയും, എന്റെ ജീവൻ പോയാലും കുട്ടപ്പന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ലൈറ്റ്നിങ് ബ്ലേഡ് എടുത്ത് വീണ്ടും അവന്റെ നേർക്ക് ആഞ്ഞടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും പെയിൻ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ കാക്കാഷിയെ അടിച്ചു തെറിപ്പിക്കുകയാണ്. കാക്കാഷി തെറിച്ചുപോയി ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടെ അങ്ങനെ വീണ് കിടക്കും. ആ ഒരു വലിയ ശബ്ദം കേട്ട് ഇപ്പൊ ചോച്ചിയും അവന്റെ പപ്പയും അങ്ങോട്ട് ഓടി വരും. കാക്കാഷി തകർന്നു കിടക്കുന്ന ആ ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. മാസ്റ്റർ വീണ്ടും ഇപ്പൊ ആളുടെ ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് ഒരു നായയെ പുറത്തേക്ക് ഇറക്കും. നായ ഓടി ഓടി അവന്റെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും പെയിൻ ആവട്ടെ അതിനെ അടിച്ചു തെറിപ്പിച്ച് അവന് ചുറ്റും ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ മറ്റൊരു ഭാഗത്ത് നിന്ന് ആ ഒരു മെക്കാവില്ലൻ അവന്റെ ഗൺ ഉപയോഗിച്ച് ഇപ്പൊ കാക്കാഷിക്ക് നേരെ ചറപറ ഫയർ ചെയ്യും. പക്ഷെ കാക്കാഷി അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് പുറകിലൂടെ വന്ന് അവനെ അടിച്ച് താഴെയിടും. പക്ഷെ അപ്പോഴേക്കും അവൻ സാസുകയെ തട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അവൻ കാണാതെ അവന്റെ പിന്നിലൂടെ വന്നിട്ടും അവനെങ്ങനെ എന്നെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു? അപ്പോഴായിരിക്കും പാത്തവള പറഞ്ഞ കാര്യം ഇപ്പൊ കാക്കാഷി ആലോചിക്കുക. ആ 6 പേനുകളും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. അവരെന്ത് കാണുന്നോ അത് 6 പേർക്കും കറക്റ്റായിട്ട് കാണാൻ കഴിയും. കാക്കാഷിക്ക് മനസ്സിലാവും ആ ഒരു പവർ വെച്ചാണ് ഇപ്പൊ അവൻ രക്ഷപ്പെട്ടതെന്ന്. അപ്പൊ അതേ സമയത്ത് വേറൊരുത്തൻ അവിടേക്ക് ചാടി വീണ് കാക്കാഷി അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. കാക്കാഷി ഉടനെ ഒരു ഇരുമ്പ് ചെയിനില് ഇപ്പൊ മുറുകെ പിടിച്ച് അങ്ങനെ കിടക്കാണ്. വില്ലൻ വീണ്ടും അവന്റെ പവർ കൂട്ടി കൊണ്ടുവരും. കാക്കാഷിയുടെ കൺട്രോള് അത് പതിയെ പതിയെ പോയി മാസ്റ്റർ ആ വില്ലന്റെ അടുത്തേക്ക് ഇപ്പൊ പതിയെ അടുക്കാൻ തുടങ്ങും. കാക്കാഷി തൊട്ടടുത്തെത്തുമ്പോ ഇപ്പൊ മെക്കാ വില്ലൻ അവനൊരു സ്ക്വാഡ് എടുത്ത് കാക്കാഷിയെ വെട്ടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും കാക്കാഷി അവന്റെ ലൈറ്റ്നിങ് ജിപ്സു ആ ഒരു സ്ക്വാഡിലൂടെ അവന്റെ നേർക്ക് അയക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് ചോച്ചിയും അവന്റെ പപ്പയും അവിടേക്ക് എത്തും. അവര് നോ എന്ന് പറഞ്ഞ് ചാടി വന്ന് വില്ലന്മാരെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. പക്ഷെ യായിക്കോ പെയിൻ അവൻ നൈസായിട്ട് രക്ഷപ്പെടും. പക്ഷെ മക്കാവിന്റെ കാര്യത്തില് ഇപ്പൊ തീരുമാനാവും. അവൻ ഫ്യൂസ് പോയി അങ്ങനെ കിടക്കാണ്. ചോച്ചിയും പപ്പയും ഇപ്പൊ കാക്കാഷി നോക്കും. അപ്പൊ കാക്കാഷി മാസ്റ്റർ ഒരു ബിൽഡിങ്ങിന്റെ അടിയില് ഒളിച്ചിരിക്കാണ്. ഇപ്പൊ നൈസായിട്ട് ആള് പുറത്തേക്ക് വരും. ചോച്ചിയുടെ പപ്പ ചോദിക്കും, മാസ്റ്റർ നിങ്ങൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കാക്കാഷി പറയും, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ ചക്ര പവർ അത് പകുതി തീർന്നിരിക്കുകയാണ്. ബാക്കിയുള്ള ചക്ര പവർ കൊണ്ട് എങ്ങനെയെങ്കിലും അവരെ അടിച്ച് തകർക്കണം. അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അവരോരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ പ്ലാൻ ചെയ്യുന്ന അതേ സമയത്ത് പെയിൻ വീണ്ടും അവിടേക്ക് വന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ഒരുപാട് കത്തികള് ഇപ്പൊ വലിച്ചെറിയാണ്. അതുകൊണ്ട് ഇറൂക്ക സെൻസായി ആള് സ്ക്വാഡ് വലിച്ചെറിയും. മറ്റു ചില നിഞ്ചകള് അവരവരുടെ കത്തിയും അവരിപ്പോ അവരുടെ ടൂൾസും അവന് നേരെ വലിച്ചെറിയും. പക്ഷെ പെയിൻ അവൻ കൂളായിട്ട് അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാക്കി മുൻപോട്ട് കുതിക്കും. ചോച്ചി അവന്റെ പപ്പയും കാക്കാഷിയും അവര് 3 പേരും അവന്റെ അടുത്തേക്ക് വന്ന് ഇപ്പൊ കത്തി, ബ്ലേഡ്, ബോംബ് ഇതെല്ലാം തന്നെ ചറപറാന്ന് അവന്റെ നേർക്കറിയും. പക്ഷെ അവന്റെ പവർ വെച്ച് അതങ്ങനെ തിരിച്ച് നമ്മുടെ ആൾക്കാരുടെ നേർക്കയക്കും. നമ്മുടെ ആൾക്കാർ പേടിച്ചു വരച്ച് ഇപ്പൊ ഒളിച്ചിരിക്കാണ്. ചോച്ചിയുടെ പപ്പ ചോദിക്കും, ഇതെന്തു പവറാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിന് കാക്കാഷി പറയും, അതവന്റെ പ്രത്യേക എബിലിറ്റിയാണ്. അതുപയോഗിച്ച് അവൻ ഒരാളെയോ കമ്മോഡിറ്റിയോ അബ്സോർബ് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്ത് നിർത്താനും ഈസി ആയിട്ട് സാധിക്കും. പക്ഷെ അവനെ കൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ചില നിശ്ചിത സമയത്ത് മാത്രമേ അവനെ കൊണ്ടത് ഉപയോഗിക്കാൻ കഴിയൂ. ചോച്ചി പറയും, ഇപ്പൊ തന്നെ ഒരുപാട് പേര് പരുക്ക് പറ്റി കിടക്കാണ്, നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. കാക്കാഷി പറയും, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, നമ്മൾ 3 പേരും കട്ടയ്ക്ക് നിൽക്കണം. കട്ട് ചെയ്താ ഇപ്പൊ യായിക്കോ പെയിൻ അവൻ ഹായ് ആയിട്ട് നടന്നു വരുമ്പോ അണ്ടർഗ്രൗണ്ട് തകർത്ത് കാക്കാഷി അവൻ ഇടിക്കാൻ വരും. പക്ഷെ യായിക്കോ അവനെ സിമ്പിളായിട്ട് ഇപ്പൊ തല്ലി തെറിപ്പിക്കും. ഉടനെ മാസ്റ്റർ ഇപ്പൊ ഒരു സിഗ്നൽ കാണിക്കും. യായിക്കോ തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു മുൻപില് നമ്മുടെ ചോച്ചിയും അവന്റെ പപ്പയും വലിയ ബോൾസ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വരിക. വില്ലൻ അവരെയും ഇപ്പൊ കൂളായിട്ട്
ചവിട്ടി തെറിപ്പിക്കും. പക്ഷെ അപ്പോഴേക്കും ചോച്ചിയും അവന്റെ പപ്പയും ചേർന്ന് ഒരു ഇരുമ്പ് ചെയിനില് ഇപ്പൊ അവനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. കാക്കാഷി വീണ്ടും അവന്റെ ലൈറ്റ്നിങ് ജിപ്സുമായിട്ട് വില്ലന്റെ നേർക്ക് പാഞ്ഞടുക്കും. പക്ഷെ അപ്പോഴേക്കും അവന്റെ മുൻപിലേക്ക് മെക്കാ പയ്യൻ വന്നു നിൽക്കും. ലൈറ്റ്നിങ് പവറില് ഇപ്പൊ ആ മെക്കാ പയ്യൻ തന്നെ പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. രക്തം തുളുമ്പി ഇപ്പൊ കാക്കാഷി അവൻ പതിയെ എഴുന്നേറ്റ് വരികയാണ്. അവന്റെ തൊട്ട് മുൻപിലായിട്ട് ഇപ്പൊ പെയിൻ അവനൊരാണി കയ്യിലെടുത്ത് അതിലവന്റെ പവർ ഉപയോഗിച്ച് അതങ്ങനെ തന്നെ കാക്കാഷിക്ക് നേരെ വലിച്ചെറിയും. അത് കാക്കാഷിയുടെ ബോഡിയിലൂടെ അങ്ങനെ കയറി ഇറങ്ങുമ്പോ അവനിപ്പോ ബോധമറ്റ് താഴെ വീഴും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഹൊക്കാഗയുടെ ഒച്ചാവട്ടെ അത് പരുക്ക് പറ്റി ഒരുപാട് പേരെ ഇപ്പൊ അതിന്റെ പവർ ഉപയോഗിച്ച് ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ പെയിൻ അവ മുൻപോട്ട് നടന്നു പോവും. കാക്കാഷി ആവട്ടെ മാസ്റ്ററിന് ഒരു അനക്കമില്ലാതെ അങ്ങനെ കിടക്കും. ചോച്ചി കഷ്ടപ്പെട്ട് വലിഞ്ഞു മുറുകെ എഴുന്നേക്കുമ്പോ ഇപ്പൊ അവന്റെ പപ്പ ആൾ ഓൾറെഡി മരിച്ചിരിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് ഇപ്പൊ കാക്കാഷി മാസ്റ്ററിനും അനക്കമില്ലാതെ കിടക്കുകയാണ്. ചോച്ചി അവന്റെ പപ്പയുടെ ബോഡി കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരയാണ്. അപ്പൊ കാക്കാഷി മാസ്റ്റർ ഇപ്പൊ പതിയെ തലയുയർത്തും. അവൻ ചോച്ചിയോട് പറയും, എന്നെ കൊണ്ട് അനങ്ങാനാവില്ല, നീ എത്രയും പെട്ടെന്ന് ഹൊക്കാഗയുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉടനെ ഇൻഫോം ചെയ്യണം. ചോച്ചി ഉഷാറായിട്ട് ഇപ്പൊ മുൻപോട്ട് ഓടാൻ നോക്കും. പക്ഷെ മക്കാവോ അവൻ വീണ്ടും അവന്റെ ഉള്ള പവർ വെച്ച് ചോച്ചിയെ തടഞ്ഞു വെക്കും. ചോച്ചി അവന്റെ കൈ തട്ടി മാറ്റി ഇപ്പൊ മുൻപോട്ട് ഓടും. പക്ഷെ വില്ലൻ അവൻ ഗണ്ണെടുത്ത് ഇപ്പൊ ചോച്ചിയെ ഷൂട്ട് ചെയ്യും. ആ ഒരു ബുള്ളറ്റ് ചോച്ചിയുടെ തൊട്ട് പിന്നാലെ എത്തുമ്പോ കാക്കാഷി ആവട്ടെ എനിക്ക് വേറെ വഴിയില്ല, എന്റെ ജീവൻ പിടിച്ചു നിർത്തുന്ന ആ കുറച്ച് ചക്ര പവർ അതുപയോഗിച്ചിട്ടാണെങ്കിലും ചോച്ചിയെ ഞാൻ രക്ഷിക്കും. അങ്ങനെയെങ്കിലും മാത്രമേ എനിക്ക് ലീഫ് വില്ലേജിനെ രക്ഷിക്കാൻ കഴിയൂ. കാക്കാഷി അവന്റെ മങ്കിക്കു ഷെരിങ്ങ കണ്ണ് ഉപയോഗിച്ച് ആ ഒരു ബുള്ളറ്റിനെ അതിനെ അബ്സോർബ് ചെയ്ത് ഇപ്പൊ ടെലിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ മാസ്റ്ററിന്റെ പവർ അത് മുഴുവനായിട്ടും തീർന്ന് ആള് പതിയെ പതിയെ താഴേക്ക് അങ്ങനെ വീഴാണ്. കാക്കാഷി ഇപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കില് ഒബീട്ടോ പറയും, ഇനി എന്റെ കണ്ണു വെച്ചാണ് നീ ഈ ലോകത്തെ കാണാൻ പോകുന്നത്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ കാക്കാഷി പറയും, നിന്റെ കണ്ണുപയോഗിച്ച് എനിക്കിനി ഇന്നുകൂടെ മാത്രമേ കാണാനായിട്ട് കഴിയൂ. കാക്കാഷിയുടെ മൈൻഡില് ആളിപ്പോ എങ്ങോട്ടോ നടക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആരോ ഇരിക്കുന്ന കാണും. അതാരാണെന്ന് നോക്കിയാ കാക്കാഷിയുടെ പപ്പ. പപ്പയെ കാണുമ്പോ തന്നെ കാക്കാഷിക്ക് ഒരുപാട് സന്തോഷാവും. കട്ട് ചെയ്ത ഹൊക്കാഗെ ആന്റി ആളിപ്പോ ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം കാക്കാഷി മാസ്റ്റർ മരിച്ചു കഴിഞ്ഞു. അവളെ കൊണ്ടത് വിശ്വസിക്കാൻ കഴിയില്ല. ഹൊക്കാഗെ ടെൻഷനായി അടുത്തുള്ളൊരു വലിയ ബിൽഡിംഗ് തന്നെ ഇപ്പൊ ഇടിച്ചു തകർക്കും. ചോച്ചി ഓടി വരും. അവൻ വിളിച്ചു പോവും, പെയിനിന്റെ എബിലിറ്റി അത് ഞാൻ കണ്ടുപിടിച്ചു, അത് ഇൻഫോം ചെയ്യാനാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. ചോച്ചി ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പൊ പറയാൻ തുടങ്ങും. അവന് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുണ്ട്. മുഖത്ത് മുഴുവൻ ഒരുപാട് സ്റ്റഡ് ഉണ്ട്. മാത്രമല്ല അവൻ ആരെ വേണമെങ്കിലും അബ്സോർബ് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും കഴിയും. അത് കേട്ട് ഹൊക്കാഗെ ഇപ്പൊ ചോച്ചിയോട് താങ്ക്സ് പറയും. ഉടനെ കക്ഷുകയോട് ഈ ഒരു ഇൻഫർമേഷൻ അതെല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് പറയും. ചോച്ചി പൊട്ടിക്കരയും. അവൻ പറയും, എന്റെ പപ്പ മരിച്ചുപോയി, പക്ഷെ കാക്കാഷി മാസ്റ്റർ ഇപ്പോഴും ജീവനോട് കൂടെയുണ്ട്. അതിന് ഹൊക്കാഗെ ആന്റി പറയും, നിന്റെ പപ്പ മരിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്ക്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കാക്കാഷി മാസ്റ്റർ ആൾ അനക്കമില്ലാതെ കിടക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.